യുദ്ധം ഇങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൽ, അതായത് ഈസ്റ്റേൺ പാകിസ്ഥാൻ, വെസ്റ്റേൺ പാകിസ്ഥാൻ, അപ്പോൾ ഈസ്റ്റേൺ പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റേൺ പാകിസ്ഥാനിൽ എന്താണോ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അത് വെസ്റ്റേൺ പാകിസ്ഥാനിൽ നിന്നുള്ള അറ്റാക്ക് കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ സൈഡിലുള്ള അറ്റാക്ക് കൊണ്ട് നികത്താം എന്നാണ് പാകിസ്ഥാൻ കരുതിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് സ്ഥലത്ത് യുദ്ധങ്ങൾ ഭൂപ്രകൃതി അനുസരിച്ചും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ ഈ രണ്ട് യുദ്ധങ്ങൾ ആണ് നടക്കുന്നത്, സൈമിൾട്ടേനിയസ്ലി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ തുടക്കം, അതായത് നേരത്തെ പറഞ്ഞ പോലെ എയർഫോഴ്സിൻ്റെ അറ്റാക്ക് അവർ നടത്തി. നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? നമ്മളുടെ പ്രതികരണം, തിരിച്ചുള്ള ആക്രമണം എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം? വൈദ്യുത്തിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നെ ഈ യുദ്ധത്തിൻ്റെ സീക്വൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. വെസ്റ്റേൺ സെക്ടറിലും ഈസ്റ്റേൺ സെക്ടറിലും നടന്ന ആ ഏറ്റുമുട്ടലുകളെ രണ്ട് ഡിഫറെൻറ്റ് സെക്ഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം നമുക്ക് വെസ്റ്റേൺ സെക്ടറിൽ എന്താ നടന്നതെന്ന് നോക്കാം. വെസ്റ്റേൺ സെക്ടറിൽ പ്രൈമറിലി നമ്മുടെ 3 സ്റ്റേറ്റുകളാണ് ഇൻവോൾവ്: ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, പിന്നെ എന്നും ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള കാശ്മീർ. ഈ 4 സ്റ്റേറ്റുകളാണ്. ആ ഏരിയയുടെ റെസ്പോൺസിബിലിറ്റി അന്നത്തെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായിരുന്ന ലഫ്റ്റനൻറ്റ് ജനറൽ KP കേണ്ടത്ത് എന്ന് പറയുന്ന മലയാളി ഓഫീസറായിരുന്നു. ലഫ്റ്റനൻറ്റ് ജനറൽ KP കേണ്ടത്ത് അദ്ദേഹമായിരുന്നു അന്നത്തെ ആർമി കമാൻഡർ. 15 കോർ ആയിരുന്നു ഓപ്പറേഷനിലെ മെയിൻ റെസ്പോൺസിബിലിറ്റി. 15 കോറിൻ്റെ കമാൻഡർ ഒരു ആർട്ടിലറിയിലത്തെ ഒരു ജനറലായിരുന്നു, ലഫ്റ്റനൻറ്റ് ജനറൽ സർതാജ് സിംഗ്. ലഫ്റ്റനൻറ്റ് ജനറൽ സർതാജ് സിംഗ് 15 കോറിൻ്റെ കമാൻഡർ. യുദ്ധം 3-ാം തീയതി ഡിക്ലെയർ ചെയ്തു. അന്ന് രാത്രി തന്നെ പാകിസ്ഥാൻ സൈമിൾട്ടേനിയസ്ലി നമ്മളുടെ പല സെക്ടറുകളിലും ഒരേ സമയത്ത് ആക്രമണം തുടരാണ്ടായി. അപ്പോൾ നമുക്കൊരു ഭാഗത്തുനിന്ന് തുടങ്ങും. പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ അതിൽ അവർ റൺ ഓഫ് കച്ചിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. റൺ ഓഫ് കച്ചിൽ അവരാക്രമിച്ചു. പിന്നെ അവർ ലോങ്യവാലയിൽ ആക്രമണം അഴിച്ചുവിട്ടു. പിന്നെ ബാറ്റിൽ ഓഫ് പൂഞ്ച്, ബാറ്റിൽ ഓഫ് ഫസിൽക്ക, ബാറ്റിൽ ഓഫ് ഹുസൈൻവാല, അതുകൂടാതെ പിന്നെ കാശ്മീരിൽ വേറെ ബാറ്റിൽ ഓഫ് ഷക്കർഗഡ്, പിന്നെ ബാറ്റിൽ ഓഫ് ബസന്തർ റിവ, അങ്ങനെ ഒട്ടേറെ യുദ്ധങ്ങൾ ഒരേ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ആദ്യം 2 സ്ഥലങ്ങളിലാണ് ഇവർ നമ്മൾ ആക്രമിച്ചത്. അതിൽ ഒന്ന് ചമ്പ് ജോഡിയ എന്ന് പറയുന്ന ആ സെക്ടറിലാണ്. വൈദ്യുതി ഈ ചമ്പ് ജോഡിയ സെക്ടറിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് 1948 യുദ്ധത്തിലും 1965 യുദ്ധത്തിലും നമ്മളവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ചമ്പ് വാസ്തവത്തിൽ ഒരു ഡിഫൻസിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സ്ഥലമല്ല. ഈ ചമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ഇൻ്റർനാഷണൽ ബൗണ്ടറി, IB ഇൻ്റർനാഷണൽ ബോർഡർ, അതും അന്ന് നമ്മൾ സീസ്ഫയർ ലൈൻ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു പോർഷനും, ഇത് രണ്ടും കൂടെ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഈ ചമ്പ്. ആ ഭാഗത്ത് അവിടെ സംഘം എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. സംഘം എന്ന് പറയുന്നത് രണ്ടും കൂടിച്ചേരുന്ന ഈ കംപ്ലീറ്റ് ഏരിയയെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു റിവറുണ്ട്, മനവർ തവി റിവർ. ഈ മനവർ തവി റിവർ ഇപ്പോൾ നമ്മളിങ്ങനെ നിന്ന് നോക്കുമ്പോൾ, ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വെസ്റ്റേൺ സെക്ടർ ഇവിടെ ആവുമല്ലോ. ഈ മനവർ തവി റിവർ വടക്ക് നിന്ന് ഒഴുകി വന്ന് തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ചമ്പ് ഏരിയ ജനറലി ഫ്ലാറ്റാണ്. ആ ഏരിയ ട്രയാങ്കിളാണ്. ഈ മനവർ തവി റിവറിൻ്റെ മീതെ പ്രൈമറിലി 4 ക്രോസിങ്ങാണ് അവിടെയുള്ളത്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് ചമ്പാണ്. പിന്നെ പലാമാല എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു സ്ഥലമുണ്ട്.
ഖോർ എന്ന് പറയുന്ന വേറൊരു സ്ഥലമുണ്ട്, മണ്ഡ്യാല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ മണ്ഡ്യാല എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ഒരു ക്രോസിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രോസിങ്ങാണ്. ആ ക്രോസിങ് കൂടെ വേണം പാകിസ്ഥാന് ഇങ്ങോട്ട് വരികയാലും നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ. കാരണം അവിടെ ഒരു ക്ലാസ് 24 ബ്രിഡ്ജ് ഉണ്ട്. ക്ലാസ് 24 ബ്രിഡ്ജ് ഈ മണ്ഡ്യാല ക്രോസിങ്ങിൻ്റെ അവിടെയുണ്ട്. ചമ്പിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ചമ്പ് അവർ പിടിച്ചടക്കി അവർ മനോവർ തവി റിവർ ക്രോസ് ചെയ്തിട്ട് അവർ അങ്ങോട്ട് തിരിയുകയാണെങ്കിൽ, അങ്ങോട്ട് തെക്കോട്ട് തിരിയാണ് അവർ എത്തുന്നത് അക്നൂർ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അക്നൂർ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബൈ ചാൻസ് നമ്മുടെ കംപ്ലീറ്റ് ജമ്മു കാശ്മീർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വേണം പറയാനായിട്ട്. കാരണം അവിടെ നിന്ന് അവർക്ക് നേരിട്ടിട്ട് പുഞ്ച് രജോറി ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് അവർക്ക് ശ്രീനഗറിലേക്ക് എത്താം, അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും എത്താം. മാത്രമല്ല അക്നൂർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വെറും 30ഓളം കിലോമീറ്റർ ദൂരത്തിലാണ് ജമ്മു. അക്നൂർ അത് കാരണത്താൽ നമുക്കൊരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ സ്ഥലത്ത് നമുക്ക് അധികം ഫോഴ്സസ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ 10 ഇൻഫൻട്രി ഡിവിഷൻ മേജർ ജനറൽ ജസ്വന്ത് സിംഗ് ആയിരുന്നു അതിൻ്റെ അന്നത്തെ ജനറൽ ഓഫീസർ കമാൻഡിങ്. അദ്ദേഹം ഒരു ഗണ്ണർ ഓഫീസറായിരുന്നു. വളരെ വലിയ ഏരിയ, ഡിപ്ലോയബിലിറ്റി ധാരാളമുണ്ട്. പക്ഷെ അതിന് മാത്രമേ നമുക്ക് ഫോഴ്സസ് ഇല്ല. അവിടെ 3 ഇൻഫൻട്രി ബ്രിഗേഡ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 10 ഇൻഫൻട്രി ഡിവിഷൻ്റെ 191 ഇൻഫൻട്രി ബ്രിഗേഡ്. ഞാൻ ഈ 191 ഇൻഫൻട്രി ബ്രിഗേഡിൻ്റെ സപ്പോർട്ടിങ് ആർട്ടിലറി റെജിമെൻ്റ് ആയിരുന്ന 41 ഫീൽഡ് റെജിമെൻറ്റ് 2IC ആയിട്ട് ഈ ബ്രിഗേഡിൻ്റെ കൂടെ വളരെയധികം ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെക്ടർ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഒന്ന് 191 ഇൻഫൻട്രി ബ്രിഗേഡ്, പിന്നെ 52 ഇൻഫൻട്രി ബ്രിഗേഡ്, പിന്നെ 28 ഇൻഫൻട്രി ബ്രിഗേഡ്. ഈ 3 ബ്രിഗേഡുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. യുദ്ധം തുടങ്ങും എന്ന് കണ്ടപ്പോൾ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, നമ്മൾ ഒരു പ്രിയംറ്റീവ് അറ്റാക്ക് ചെയ്തിട്ട് ചമ്പിനെ പിടിച്ചെടുക്കുക, അവിടുന്ന് പിന്നെ പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഓപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് വാസ്തവത്തിൽ അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അന്ന് നമുക്കില്ല. ഇനി ഇവിടെ അറ്റാക്ക് എന്തിനാ ചെയ്യാൻ നമ്മൾ തയ്യാറായെന്നുള്ളതിന് മറ്റൊരു കാരണമുണ്ട്. നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അവരാണല്ലോ നമുക്ക് പൊതുവെ മിലിറ്ററി ഇൻ്റലിജൻസ്, എനിമി ഇൻ്റലിജൻസ് തരിക. അവർ പറഞ്ഞു ഇത്തവണ ഒരു പക്ഷേ ചമ്പിൽ പാകിസ്ഥാൻകാർ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. അവരുടെ പ്രൈമറി എയിം പുഞ്ചിനെ ആക്രമിക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫോഴ്സിനെ വേറെ എവിടെയെങ്കിലും. അത് കാരണത്താൽ തന്നെ നമുക്ക് തോന്നി, അഥവാ അവർ പുഞ്ചിനെയാണ് ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ റിലീവ് ചെയ്യാനായിട്ട് നമ്മൾ ചമ്പിൽ കൂടെ ഒരു ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് കാരണത്താൽ തന്നെ ഈ മനോവർ തവി റിവർ ക്രോസ് ചെയ്തിട്ട്, അപ്പോൾ ഈ മനോവർ തവി റിവർ ക്രോസ് ചെയ്തതിൻ്റെ അതിൻ്റെ അങ്ങേ ഭാഗത്താണ് ഈ ചമ്പ് തന്ന ഏരിയ. അവിടെ നമ്മളുടെ ഫോഴ്സസിനെ കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതുതന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്തത്. അപ്പോൾ അവിടെ ആദ്യം ഫോഴ്സസിനെ കൊണ്ട് ഡിപ്ലോയ് ചെയ്യുക. അങ്ങനെ അവരവിടെ ഫേം ബേസ് എന്ന് പറയും മിലിറ്ററിയിൽ, ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ, അവിടെ നിന്നാണ് അറ്റാക്ക് സാധാരണ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഇവിടെ ഒരു ഫേം ബേസ് ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഈ ഫോഴ്സസിനെ അവിടെ കൊണ്ടുപോയിട്ട് ഡിപ്ലോയ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ പിന്നിൽ നമ്മുടെ ഒരു ഡിഫൻസീവ് ലൈൻ ഉണ്ടാക്കുക. അപ്പോൾ ആ ഡിഫൻസ് ലൈൻ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ മുന്നിൽ തന്നെയായിരിക്കും ചമ്പ്. ആ ചമ്പിൻ്റെ പിന്നിൽ ആണ് ഈ മനോവർ തവി റിവർ. അതിൻ്റെ പിന്നിൽ പിൻഭാഗത്ത് ഒരു കലിത്രോട്ടി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരു ക്ലാസ് 9 റോഡുണ്ട്. ആ റോഡിൽ കൂടെ വേണം പിന്നെ അവരുടെ ഫോഴ്സസിനെ കൊണ്ടുപോകാനായിട്ട്. ഈ മനോവർ തവി റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ നിന്നും ഒരു റോഡുണ്ട്. പക്ഷേ ആ റോഡ് അത്ര ട്രാൻസ്പോർട്ടബിൾ അല്ല. സോ ഇവർക്ക്, അതായത് പാകിസ്ഥാനികൾക്ക് മനോവർ തവി റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ഇതിൽ കൂടെ നമ്മൾ ഇവിടെ അറ്റാക്ക് ചെയ്യണമെന്നും തീരുമാനിച്ചു.
അങ്ങനെ ഈ ഒരു ഡിസിഷൻ പലപ്പോഴും ആദ്യം പറഞ്ഞ് അറ്റാക്ക് ചെയ്യാം, പിന്നെ അല്ലാതെ വേണ്ട ഡിഫെൻസ് ചെയ്യുക, പിന്നെ അറ്റാക്ക് ചെയ്യുക, പിന്നെ ഡിഫെൻസ് ചെയ്യുക. ഈ ഒരു പ്ലാൻ, അതായത് പാകിസ്ഥാനെ ഇവിടെ നിന്ന് ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു ഒഫൻസീവ് ഇവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ആ പ്ലാനിനോട് അന്നത്തെ വെസ്റ്റേൺ ആർമി കമാൻഡറായ ജനറൽ കേണ്ടത്തിന് സമ്മതമായിരുന്നു. പക്ഷേ ലഫ്റ്റനൻറ്റ് ജനറൽ സർദാർ സിംഗ്, അതായത് GOC-15 കോറും GOC-10Dയും കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ലഫ്റ്റനൻറ്റ് ജനറൽ മനീഷോട് പറഞ്ഞു, നോ സർ, വിൽ ഗോ ഫോർ ദി അറ്റാക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനോവർ തവിയുടെ അങ്ങേ ഭാഗത്ത് കൊണ്ടുപോയിട്ട് നമ്മളുടെ 2 ബറ്റാലിയനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യണം. ഒന്ന് 5-6 എന്ന് പറയുന്ന ഒരു ബറ്റാലിയൻ വലതു ഭാഗത്ത്, ഇടത്ത് ഭാഗത്ത് 5 ആസാം എന്ന് പറയുന്ന ഒരു ബറ്റാലിയൻ. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യമായിട്ടുള്ളൊരു ഗ്യാപ്പുണ്ട്. നമ്മുടെ അടുത്ത ഡിഫൻസ് സ്റ്റോഴ്സിൻ്റെ ഒക്കെ പരിമിതി കാരണം നമ്മൾ ആ സ്ഥലത്ത് ഒന്നാമത്തെ ടെമ്പററി കൊണ്ടുപോയിട്ടാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഡിഫൻസ് നമുക്ക് ശരിക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഡിസംബർ 3-ാം തീയതി വൈകുന്നേരമാണല്ലോ, ഡിസംബർ 3-ാം തീയതി രാത്രി പാകിസ്ഥാൻ അവരുടെ 23 ഇൻഫൻട്രി ഡിപ്പും അവരുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ആർമഡ് ബ്രിഗേഡും കൂടെ ഒരു ആക്രമണം നടത്തണം. ഇങ്ങനത്തെ ഒരു ആക്രമണത്തിനെ നേരിടാൻ നമ്മൾ ശരിക്കും തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു ആക്രമണം നടത്തി. ആദ്യമായിട്ട് അവർ അഡ്രസ്സ് ചെയ്ത് 5-6-നെയാണ്. ഈ 5-6 ഒരു നല്ലൊരു ഇൻഫൻട്രി ബറ്റാലിയനായിരുന്നു, വെരി സ്ട്രോങ് ഇൻഫൻട്രി ബറ്റാലിയൻ. 5-6 അവരുടെ ആക്രമണത്തിന് തടഞ്ഞു നിർത്തി. ഇവരുടെ സപ്പോർട്ടിനായിട്ട് അപ്പോൾ ഒരു RT ബ്രിഗേഡിൽ സാധാരണ 3 ഫീൽഡ് റെജിമെൻറ്റും ഒരു മീഡിയം റെജിമെൻ്റ് ഉണ്ടാവും. അഡീഷണലായിട്ട് ഇവർക്ക് ഒരു ആർമഡ് റെജിമെൻറ്റ് 72 ആർമഡ് റെജിമെൻറ്റിനെയും പിന്നെ 2 മീഡിയം റെജിമെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 10 ഇൻഫൻട്രി ഡിവിഷന്, ഒന്ന് 216 മീഡിയം റെജിമെൻറ്റ്, ഒന്ന് 39 മീഡിയം റെജിമെൻറ്റ്. എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഇത്രയും പറയുന്നത് ഞാൻ ആർട്ടിലറി നിന്നാണല്ലോ. ഈ 2 റെജിമെൻറ്റോടെ ഉണ്ടായിരുന്നു. 5-6 പിടിച്ചു നിന്ന് ഭയങ്കരമായിട്ട് നമ്മൾ റെസിസ്റ്റ് ചെയ്തു. അറ്റാക്കിൻ്റെ മീതെ കൗണ്ടർ അറ്റാക്ക്, അതിൻ്റെ മീതെ അറ്റാക്ക്, പിന്നെ കൗണ്ടർ അറ്റാക്ക്, അങ്ങനെ കഴിഞ്ഞു. അവസാനം 5-6-ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതേമാതിരിയുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ 5 ആസാമിനും ഉണ്ടായത്. ഈ 5 ആസാമിൻ്റെ മീതുള്ള അറ്റാക്കിൽ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. പിടിച്ചു പറ്റാൻ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തി നമ്മൾ. അങ്ങനെ ഈ 5-6-ൻ്റെ അടുത്ത ഭാഗത്തുണ്ടായിരുന്ന ഈ മണ്ഡ്യാല ക്രോസിംഗ് കൂടെ ഇവർ മുന്നോട്ട് വരികയാണ്. മുന്നോട്ട് വന്നിട്ട് ഇപ്പോൾ ഇവർ ഫേസ് ചെയ്യുന്ന അറിയാം 216 മീഡിയം റെജിമെൻറ്റ്, മീഡിയം ഗൺസാണ് ഇവരുടെ അടുത്തുണ്ടായിരുന്നത്. പിന്നീട് ഈ 216 മീഡിയം റെജിമെൻറ്റ് ഡയറക്റ്റ് ഫയറിങ് വഴി പാകിസ്ഥാനി ഫോഴ്സസിനെ എൻഗേജ് ചെയ്യണം. അവരെവിടെയൊക്കെ നമ്മളെ ആക്രമിച്ചോ അവിടെ എല്ലാം നമ്മൾ അവരുടെ മീതെ കൗണ്ടർ അറ്റാക്ക്, ഒരുപാട്, അതായത് അറ്റാക്കിൻ്റെ മീതെ പിന്നെ കൗണ്ടർ അറ്റാക്ക്, പിന്നെ അറ്റാക്ക്, പിന്നെ കൗണ്ടർ അറ്റാക്ക്. പക്ഷെ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു അവിടെ. 216-ൻ്റെ തന്നെ ഈ 216 മീഡിയം റെജിമെൻറ്റിൻ്റെ തന്നെ 6 ഗൺസ് ന്യൂട്രലൈസ് ആയി. അവർ ടാങ്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവരുടെ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ അവരുടെ GOC 23 ഇൻഫൻട്രി ഡിവിൻ്റെ GOC ഹോസ്റ്റൈൽ ഫയറിംഗ് എന്നാണ് പറയുന്നത്. നമ്മളുടെ ഫയറിംഗ് കാരണത്താലാണോ എങ്ങനെയാണെന്ന് അറിയില്ല. അദ്ദേഹം ട്രാവൽ ചെയ്തിരുന്ന, അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ക്രാഷായി. ഹെലികോപ്റ്റർ ക്രാഷായി കഴിഞ്ഞപ്പോൾ പിന്നെ GOC ഇല്ലല്ലോ. അങ്ങനെ അവിടുത്തെ ഒരു ഇൻഫൻട്രി ബ്രിഗേഡ് കമാൻഡർ ഒഫീഷ്യേറ്റിംഗ് GOCയുടെ റോൾ ഏറ്റെടുക്കുകയായിരുന്നു. ഈ ഒഫീഷ്യേറ്റിംഗ് GOCയുടെ റോൾ ഏറ്റെടുത്ത് കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ ഡെവലപ്ഡ് എ കൈൻഡ് ഓഫ് എ കോൾഡ് ഫീറ്റ്. അദ്ദേഹത്തിന് പിന്നെ മുന്നോട്ട് വരാനായിട്ട് വലിയ ഒരു താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നീട് അവിടെ ഒരു ഇതിൽ പറഞ്ഞാൽ കാര്യമായുള്ള അറ്റാക്കുകളും ഒന്നും ഉണ്ടായില്ല. ഡിസംബർ 16-ാം തീയതി സീസ് ഫയർ ആയല്ലോ. പക്ഷേ ഈ സീസ് ഫയർ നടക്കുമ്പോൾ കംപ്ലീറ്റ് മനോവർ തവിയുടെ അങ്ങേ ഭാഗത്തുള്ള ആ കംപ്ലീറ്റ് പോർഷൻ പാകിസ്ഥാൻ്റെ കയ്യിലായിരുന്നു.
സീസ് ഫയർ കഴിഞ്ഞു, ഷിംല എഗ്രിമെൻറ്റ് കഴിഞ്ഞപ്പോൾ അവർ പിടിച്ചെടുത്ത ആ സ്ഥലം ഉണ്ടല്ലോ, അതിൽ നിന്ന് 258 സ്ക്വയർ കിലോമീറ്റർ ഏരിയ അവരുടെ കയ്യിൽ അവർ വെച്ചു. ചുരുക്കി പറഞ്ഞാൽ ചമ്പ് ഇന്നും പാകിസ്ഥാൻ്റെ കയ്യിലാണ്. പക്ഷെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇന്ത്യയായിട്ട് കുതിര കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. ഇതാണ് ബ്രീഫ്ലി ബാറ്റിൽ ഓഫ് ചമ്പ്. 1971 യുദ്ധത്തെ സംബന്ധിച്ചിറങ്ങിയ ഒരു ഹിന്ദി സിനിമ ബോർഡർ ആ ഒരു സമയത്ത് വലിയ ഹിറ്റായിരുന്നു. ഞാനും തിയേറ്ററിൽ പോയി കണ്ട് സന്ദേശയാത്ര എന്നുള്ള ആ പാട്ടും അവസാനമൊക്കെ ആയപ്പോൾ നമ്മൾ ഒരുപാട് സങ്കടവും ഒക്കെ വരുന്ന അങ്ങനെ ഒരു നമ്മൾ അവസാനം വിജയിക്കുന്നു. പക്ഷേ എങ്കിലും ആ ഒരു സിനിമ ബാറ്റിൽ ഓഫ് ലോങ്കേവാല എന്നുള്ള ആ ഒരു ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ യുദ്ധം ഒരു എനിക്ക് തോന്നുന്ന ഒരു മിലിറ്ററി ഹിസ്റ്ററിയിൽ തന്നെ ഒരു പ്രസിദ്ധമായൊരു യുദ്ധമാണ് എന്നാണ് വായിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു അത്? ബാറ്റിൽ ഓഫ് ലോങ്കേവാല ഇൻഫാക്റ്റ് ഇപ്പോൾ പറഞ്ഞല്ലോ ബോർഡർ, ഇപ്പോൾ ഒരു ബോർഡർ 2 ഇറങ്ങി. അതെ, അതും വളരെ ഒരു സൂപ്പർ ഹിറ്റായിട്ടുള്ള മൂവിയാണ്. ഈ ലോങ്കേവാല എന്ന് പറയുന്നത് താർ ഡെസേർട്ടിലെ ഒരു ചെറിയ ഒരു പോസ്റ്റ് എന്ന് വേണം പറയാനായിട്ട്. ഇതിൻ്റെ ജിയോഗ്രഫിയെ പറ്റി പറഞ്ഞാലേ ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. നമ്മൾ ജയ്സൽമേർ ഉണ്ടല്ലോ, ജയ്സൽമേറിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ രാംഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്താം. ഇതെല്ലാം ചെറിയ ചെറിയ കസ്ബ എന്നാണ് അവിടെ പറയുക. ചെറിയ കൊച്ചു ഗ്രാമങ്ങൾ എന്ന് പറയാനുമില്ല, വെരി സ്പാർസ് ലിമിറ്റഡ്. കാരണം മരുഭൂമിയാണ് ലിറ്ററലി. അതിലെ അന്നൊരു ചെറിയ ഒരു ക്ലാസ് 9 ഒരു റോഡ് പോകുന്നുണ്ടായിരുന്നു. വലിയ സസ്റ്റൈനബിലിറ്റി ഒന്നുമില്ല. സോ രാംഗഡ് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റാണ് ഈ ലോങ്കേവാല പോസ്റ്റ്. ഈ ലോങ്കേവാല പോസ്റ്റ് രാംഗഡിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്ററാണ്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ട്. സോ ആ സ്ഥലത്തെ പറ്റി എനിക്ക് വളരെ നല്ലൊരു ഐഡിയ ഉണ്ട് വായിച്ചത്. ലോങ്കേവാല കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് സാദേവാല എന്ന് പറയുന്ന ഒരു പോസ്റ്റുണ്ട്. ഓക്കെ, സാദേവാല പോസ്റ്റ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് കിഷൻഗഡ് എന്ന് പറയുന്ന വേറെ അതൊരു വലിയ ഒരു പട്ടണമാണ്. ഓക്കെ, ഇത് രണ്ടിനും ഇടയ്ക്ക്, അതായത് സാദേവാലയ്ക്കും കിഷൻഗഡിനും ഇടയ്ക്ക് തനോട്ട് എന്ന് പറഞ്ഞ വേറെ ഒരു പോസ്റ്റുണ്ട്. പോസ്റ്റ് വെച്ചാൽ ചെറിയൊരു കശ്മീർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലേ ഔട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ റോഡിൻ്റെയും ഈ സ്ഥലങ്ങളുടെയും ഓപ്പോസിറ്റായിട്ട് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് ബേസ് ഉണ്ട്, റഹീം യാർ ഖാൻ. ഈ റഹീം യാർ ഖാനിന്ന് കൂടെ വേണം കറാച്ചിയിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് ലോജിസ്റ്റിക് സപ്ലൈ മുന്നോട്ട് പോകാനായിട്ട്. സോ റഹീം യാർ ഖാൻ നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവായിരുന്നു. അതിനായിട്ട് 12 ഇൻഫൻട്രി ഡിവിഷനെ നമ്മൾ ടാസ്ക് ചെയ്യണം. അതിൻ്റെ ബേസിസിലായിരുന്നു നമ്മുടെ ട്രൂപ്സിനെ പോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലോങ്കേവാല പോസ്റ്റ് ഉണ്ടല്ലോ, ആ പോസ്റ്റ് ആദ്യം ഒരു BSFൻ്റെ പോസ്റ്റായിരുന്നു. അവിടെ ഏകദേശം 10-12 BSFകാരും കുറച്ച് ഒട്ടകങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ കൂടെ ഒരു അറ്റാക്ക് വരും എന്നൊന്നുള്ള യാതൊരു വിധത്തിലുള്ള ഒരു അനുമാനവും നമുക്കുണ്ടായിരുന്നില്ല. ഈ ലോങ്കേവാല എന്ന് പറയുന്നത് ഒരു ചെറിയ സാൻഡ് ഡ്യൂൺ എന്നാണ് ഞങ്ങൾ പറയുക. ഒരു ഹില്ലാണ്, ചെറിയൊരു ഹിൽ. അത് വളരെ ലൂസായിട്ടുള്ള സാൻഡാണ് ആ ഭാഗത്ത്. അതിന് തൊട്ട് അടുത്ത്, അതായത് കിഷൻഗഡിലേക്ക്, അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ജയ്സൽമേർ തൊടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലോങ്കേവാല, സാദേവാല അതിൻ്റെ അങ്ങേഭാഗത്ത്, അതിൻ്റെ അങ്ങേഭാഗത്താണ് കിഷൻഗഡ് എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഇതിൻ്റെ ഡിഫെൻസീവ് റെസ്പോൺസിബിലിറ്റി 23 പഞ്ചാബ് എന്ന് പറയുന്ന ഒരു ഇൻഫൻട്രി ബറ്റാലിയനായിരുന്നു. 23 പഞ്ചാബ് ആ ബറ്റാലിയനിൽ എല്ലാ ഇൻഫൻട്രി ബറ്റാലിയനിലും 4 റൈഫിൾ കമ്പനികളാണ് ഉണ്ടാവുക. പിന്നെ ഒരു സപ്പോർട്ട് കമ്പനി ഉണ്ടാവും. ഈ 4 കമ്പനികളിൽ ഒരു കമ്പനി, ആൽഫ കമ്പനി എന്ന് പറയുന്ന കമ്പനി,
ആ കമ്പനിയാണ് ലോങ്കേവാലയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ BSFനോട് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറഞ്ഞു. ഈ ആൽഫ കമ്പനി ലോങ്കേവാല പോസ്റ്റിൻ്റെ ചാർജ് ഏറ്റെടുക്കുകയാണ്. മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരി എന്ന് പറയുന്ന ഒരു സിഖ് സർദാർജി ആയിരുന്നു ഈ കമ്പനിയുടെ കമാൻഡർ. അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഏകദേശം 110 മുതൽ 120 സൈനികരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു ഇൻഫൻട്രി കമ്പനിയിൽ അന്നൊക്കെ 136 സൈനികരാണ് ഉണ്ടാവുക. 4 ഇൻഫൻട്രി കമ്പനികളുണ്ടല്ലോ, അതിൽ ഇവരുടെ അടുത്ത് 120 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ BSFൻ്റെ 10 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ഒരു പ്രോപ്പർ ഡിഫെൻസീവ് ലേഔട്ടൊന്നും അവിടെ ഈ ആൽഫ കമ്പനി ചെല്ലുന്നവരെ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിലെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടും ഇല്ല. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ 12 ഇൻഫൻട്രി ഡിവിഷനെ വെച്ചിട്ട് റഹീം ഖാനെ ആക്രമിക്കുക എന്നുള്ളതാണ്. റഹീം ഖാനെ ആക്ച്വലി ക്യാപ്ചർ ചെയ്യണോ എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ പാകിസ്ഥാൻ തീരുമാനിച്ചത് ജയ്സൽമീറിനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജയ്സൽമീറിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോങ്കേവാല വഴി വേണം പോകാനായിട്ട്. അങ്ങനെ ജയ്സൽമീറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവരുടെ 12 ഡിവിഷനെ പാകിസ്ഥാൻ നിയമിക്കുകയാണ്. പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് ഈ അറ്റാക്കിനായിട്ട് അവൈലബിൾ ആയിരുന്നില്ല. ലോങ്കേവാല പോസ്റ്റിനെ ആക്രമിക്കാനായിട്ട് ഇവർ മുഴുവൻ 12 ഡിവിഷനെ ടാസ്ക് ചെയ്തു. 12 ഡിവിഷൻ്റെ കമാൻഡർ 2 ഇൻഫൻട്രി ബ്രിഗേഡുകളോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോങ്കേവാല പോസ്റ്റിനെ ആക്രമിക്കണം. ഇവരുടെ അടുത്ത് ഒരു ആർമഡ് റെജിമെൻറ്റും ഉണ്ടായിരുന്നു, അതുകൂടാതെ വേറൊരു സ്ക്വാഡനും ഉണ്ടായിരുന്നു. ഒരു ആർമഡ് റെജിമെൻറ്റിൽ, പാകിസ്ഥാൻ്റെ ആർമഡ് റെജിമെൻറ്റിൽ 41 ടാങ്കുകളാണ്. ഒരു സ്ക്വാഡനിൽ, നമ്മുടെ സ്ക്വാഡനിൽ 14 ടാങ്കുകളുണ്ടാവും. ഇവരുടെ ഒരു സ്ക്വാഡനിൽ 13 ടാങ്കുകളാണ്. അപ്പോൾ നമ്മുടെ ഒരു ആർമഡ് റെജിമെൻറ്റ് 45 ടാങ്കുകളാണ്, 3 സ്ക്വാഡൻ, അപ്പോൾ 42 ടാങ്കുകളായി. പിന്നെ 3 കമാൻഡ് ടാങ്ക്സ്, അങ്ങനെ 45. ഇവരുടെ ഒരു സ്ക്വാഡനിൽ 13 ടാങ്കുകളാണ്. അപ്പോൾ ഒരു സ്ക്വാഡനിൽ 13 ടാങ്ക്, പിന്നെ അപ്പോൾ 39 2 കമാൻഡ് ടാങ്കുകൾ, അപ്പോൾ 41 ടാങ്കുകളായില്ലേ. ഇവരുടെ അടുത്ത് ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് പ്രകാരം ഇവരുടെ അടുത്ത് ഒരു 52 മുതൽ 58 വരെ ടാങ്കുകളുണ്ടെന്നാണ്. എക്സാക്ട് ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല വൈജത്ത്. സോ വൈജത്ത് ഈ 120 ആൾക്കാരെ ഫേസ് ചെയ്തത്, അഥവാ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നത് ഏകദേശം 2000 മുതൽ 2400 പട്ടാളക്കാരും 52 മുതൽ 58 ടാങ്കുകളുമാണ്. ഇവരുടെ അടുത്ത് ടാങ്കുകളില്ല. അതായത് നമ്മുടെ ആൽഫ കമ്പനി 23 പഞ്ചാബിൻ്റെ ആൽഫ കമ്പനിയുടെ അടുത്ത് ടാങ്കുകളില്ല. സപ്പോർട്ടിനായിട്ട് 23 പഞ്ചാബിൻ്റെ ആൽഫ കമ്പനിയുടെ അടുത്ത് ഉണ്ടായിരുന്നത് 2 RCL വെപ്പൻസും 2 റോക്കറ്റ് ലോഞ്ചേഴ്സ് ആറിൽ. അവരുടെ ആ കമ്പനിയിലുണ്ടാവുന്ന 2 മീഡിയം പൊസിഷൻ ഗണ്ണുമാണ്. ഇത്ര വെപ്പൻസ് ഇവരുടെ അടുത്ത് ഉള്ളൂ. യുദ്ധം നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഈ ലൊക്കേഷൻ്റെ ചാർജ് ഏറ്റെടുത്തപ്പോൾ മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരി അദ്ദേഹത്തിന് തോന്നി അഥവാ അറ്റാക്ക് ഉണ്ടായെങ്കിലും അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അടുത്തുള്ള ഡിഫൻസ് സ്റ്റോഴ്സ് വെച്ച് നമുക്ക് ഈ പൊസിഷനെ വളരെ സ്ട്രോങ് ആക്കണം. അങ്ങനെ ഇവരുടെ അടുത്തുണ്ടായിരുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആൻറ്റി ടാങ്ക് മൈൻ ഫീൽഡ് ഉണ്ടാക്കി അദ്ദേഹം. ഈ ആൻറ്റി ടാങ്ക് മൈൻ ഫീൽഡ് ആയാലും ശരി, ആൻറ്റി പേഴ്സണൽ മൈൻ ഫീൽഡ് ആയാലും ശരി, ആ മൈൻ ഫീൽഡിനെ മാർക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു സിംഗിൾ സ്ട്രാൻഡ്
ഒരു വയറെങ്കിലും വേണം. സാധാരണഗതിയിൽ അത് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. ഈ ലൊക്കേഷനിലുണ്ടായിരുന്ന ഈ സിംഗിൾ സ്ട്രാൻഡ് വയർ പ്രൈമറിലി BSF അവിടെ സൃഷ്ടിച്ചതാണ്. എന്തിനാണെന്നറിയോ? ഈ ഒട്ടകങ്ങൾ പുറത്ത് പോകാതിരിക്കാനായിട്ട്. അവരുടെ ഒട്ടകങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 10 ഒട്ടകങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ള മൈൻഫീൽഡുകളൊക്കെ മൈനുകളൊക്കെ ഇവർ വെച്ചു, ആൻറ്റി ടാങ്ക് മൈൻ വെച്ചു. ഇനി ഈ മൈനിൻ്റെ ഇടയിൽ മെസ്റ്റിൻ എന്ന് പറയുന്നിട്ട് ഞങ്ങൾ പട്ടാളക്കാരുടെ അടുത്ത് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടുള്ള അലൂമിനിയത്തിൻ്റെ 2 പാത്രങ്ങളാണ്. അത് ഒന്നിലും മറ്റൊന്ന് വയ്ക്കാം. അത് കണ്ടാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു മൈനിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഡിസംബർ 4-ാം തീയതിയാണ് ഈ പരിപാടി ഇവർ ചെയ്യുന്നത്. മെസ്റ്റിനോ അവിടെ കൊണ്ടുവച്ചു. ഇവർ ഈ ഡിഫൻസ് അപ്പോൾ വളരെ നന്നായിട്ട് സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ഭാഗത്ത് കൂടെയും അറ്റാക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നേരിടത്തക്ക വിധത്തിലാണ്. അപ്പോൾ മരുഭൂമിയിൽ ഡിഫൻസ് സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഓൾറൗണ്ട് ഡിഫൻസിലാണ് ചെയ്യുക. അതായത് ഏത് ഭാഗത്ത് നിന്ന് അറ്റാക്ക് വന്നാലും ആ അറ്റാക്കിനെ നേരിടാൻ നമുക്ക് കഴിവുണ്ടാവണം. നമ്മൾ എന്ത് ചെയ്യും? മുന്നിൽ ഡിഫൻസ് പൊസിഷൻ ഉണ്ടാക്കും. അതിൻ്റെ തൊട്ട പിന്നിലായിട്ട് ഒരു ഡെപ്ത് പൊസിഷൻ ഉണ്ടാക്കും. ഡെപ്ത് പൊസിഷൻ കൂടാതെ പിന്നെ കണ്ടിജൻസി പൊസിഷൻസ് ഉണ്ടാക്കും. ഇപ്പോൾ മുന്നിൽ നിന്ന് സൈന്യങ്ങൾ വരികയാണ്, നമ്മൾ ആക്രമിക്കാൻ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇവിടെ ട്രെഞ്ചസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ട്രെഞ്ചിൽ പിന്നിലുള്ള പട്ടാളക്കാരെ ലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഫേസ് ചെയ്യണം. പക്ഷേ ഇത് സ്ട്രിക്ട്ലി ഈ ഡെസേർട്ട് ഏരിയയിൽ പറ്റില്ല. എന്തായാലും ഡിഫൻസീവ് പൊസിഷൻ തയ്യാറായി. ആൽഫ കമ്പനി കമാൻഡർ, അതായത് കുൽദീപ് സിംഗ് ചാന്ദ്പുരി പറഞ്ഞു, ഇവരുടെ ഒരു സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ഉണ്ടായിരുന്നു, അവരുടെ പേര് ധരംവീർ എന്നാണ്. ഈ ധരംവീറിൻ്റെ ഇവിടെ 20 പേരടങ്ങിയ ഒരു പെട്രോളിനെ ഇൻ്റർനാഷണൽ ബോർഡറിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ഇൻ്റർനാഷണൽ ബോർഡറാണല്ലോ. ഇൻ്റർനാഷണൽ ബോർഡറിലേക്ക് പറഞ്ഞു, നീ അവിടെ പോയിട്ട് ഒബ്സർവ് ചെയ്യുക. ഈ ധരംവീറിൻ്റെ പെട്രോൾ അവിടെ ചെന്നതും ഇവർ കാണുന്നത് ഇൻ്റർനാഷണൽ ബോർഡറിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ ഈ എന്താ പറയുക, പുകയോ കാറ്റോ മണ്ണോ ആകെ കൂടെ ആകാശം കലങ്ങി മറിയുന്ന ഭയങ്കര ശബ്ദം. ഇത് കേട്ട ഉടനെ ധരംവീർ കമ്പനി കമാൻഡർ വിവരിച്ചു, കുൽദീപ് സിംഗ് ചാന്ദ്പുരി വിവരിച്ചു, സർ എനിക്കിവിടെ നിന്ന് കാണാം, ടാങ്കുകളും കാണുന്നുണ്ട്, അവർ നമ്മുടെ ലൊക്കേഷനിലേക്കാണ് വരുന്നത് പറഞ്ഞു. കുൽദീപ് സിംഗ് ചാന്ദ്പുരി ഇവരോട് തന്നെ ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടറിലേക്ക് അറിയിച്ചു. ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടറിൽ നിന്ന് കമാൻഡിങ് ഓഫീസർക്ക് മനസ്സിലായി ഈ ഒരു കമ്പനി, ആ കമ്പനി എന്ത് ചെയ്യും? വെറും 120 പട്ടാളക്കാർ, ടാങ്ക് വന്നാൽ ഒരു ടാങ്കിനെ പോലും പിടിച്ചു നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഈ കമ്പനിക്കില്ല. കാരണം ടാങ്കിന് ഏത് പൊസിഷനിൽ നിന്നും ഫയർ ചെയ്യാം, അവിടെ റേഞ്ച് കൂടുതലാണ്, ടാങ്കിന് മൂവ് ചെയ്യാം. ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ എൻഗേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പൊസിഷനിൽ നിന്ന് നമുക്ക് ഈ ടാങ്കുകൾക്ക് ആക്രമിക്കാൻ പറ്റും. ഇവരുടെ അടുത്തുണ്ടായിരുന്നത് ഈ 57 mm RCL-ആണ്. ഈ 57 mm RCL-നെ ഇവർ ഗ്രൗണ്ടിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. ഈ RCL-നെ ഒരു പൊസിഷനിൽ നിന്നെടുത്ത് വേറെ പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും ചാന്ദ്പുരി വിചാരിച്ചു ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കിടന്നിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാം. അപ്പോൾ ബറ്റാലിയൻ കമാൻഡർ പറഞ്ഞു, നോക്ക്, ഇത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ്, ഒന്നുമില്ല, നിനക്ക് പെട്രോൾ ചെയ്തിട്ട് ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടറിലേക്ക് വരാം. പക്ഷേ ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഇവരെ കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെഹിക്കിൾസ് ഒന്നുമില്ല, നടന്നു വേണം പോകാനായിട്ട്. ഏകദേശം 18 കിലോമീറ്റർ ഡെസേർട്ടിൽ മാക്സിമം സ്പീഡിൽ നമ്മൾ പോകേണ്ടതുണ്ടെങ്കിൽ 2 കിലോമീറ്ററൊക്കെ 1 മണിക്കൂറിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. 8-9 മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട്. ചാന്ദ്പുരി തീരുമാനിച്ചു, എന്തായാലും ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ഫൈറ്റിംഗ്, ലാസ്റ്റ് മാൻ ലാസ്റ്റ് റൗണ്ട്. അദ്ദേഹം കമ്പനി ഫോൺ ചെയ്തു, കമ്പനിക്കയിലത്തെ ജവാന്മാരോട് പറഞ്ഞു, നോക്ക്, ഞാൻ എന്തായാലും ഇവിടുന്ന് പിന്മാറില്ല, നമ്മുടെ കമ്പനിയും പിന്മാറില്ല, പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുന്ന് പോകണോ, നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് യാതൊരു വിരോധമില്ല. ഒരൊറ്റ പട്ടാളക്കാരൻ പോലും പറഞ്ഞില്ല അവിടെ പോകണമെന്ന്. അവരോട് സർ വിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട്, നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത് ടാങ്കുകളില്ല. ഇനി എയർഫോഴ്സിൻ്റെ കാര്യം. എയർഫോഴ്സ് ഇവിടേക്കായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എയർഫോഴ്സും ഇല്ല.
ജയ്സൽമീറിൽ അവിടെ ചെറിയ ഒരു എയർഫീൽഡ് ഉണ്ടായിരുന്നു. ആ എയർഫീൽഡ് ഡിസ്യൂസായിട്ട് കിടക്കുകയാണ്. യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ടിവേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനത്തിൽ എയർഫോഴ്സ് എത്തുന്നത് വളരെ വൈകിട്ടാണ്. എന്തായാലും ഒരു എയർഫോഴ്സിൻ്റെ ഒരു ട്രെയിനിങ് സ്ക്വാഡിനെ ജയ്സൽമീറിലേക്ക് പറഞ്ഞയച്ചു. അവരവിടെ വരുമ്പോൾ അത് ഒരു ഡിസ്യൂസ് സ്റ്റേറ്റിലാണ്. എന്തായാലും ആ എയർഫോഴ്സ് സ്ക്വാഡൻ ആ എയർഫീൽഡിൻ്റെ ഫങ്ഷനിലായി. ഇവരുടെ അടുത്തുണ്ടായിരുന്നത് 4 ഹണ്ടർ എയർക്രാഫ്റ്റുകളാണ്, 2 മാരുത് എയർക്രാഫ്റ്റുകളുണ്ടായിരുന്നു. ഈ ഹണ്ടറിന് നൈറ്റ് ഫ്ലൈയിങ് കപ്പാസിറ്റി ഇല്ല, രാത്രി ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. പകൽ വെളിച്ചത്തിൽ മാത്രമേ ഹണ്ടർ വിമാനങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ അതർ വേർഡ്സ്, ലോങ്കേവാലയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഒരു അറ്റാക്ക് അവരുടെ അടുത്ത് വരികയാണെങ്കിൽ പിറ്റേ ദിവസം ഡേ ലൈറ്റ് വരുന്നവരെ കാത്തിരിക്കണം. ആൻഡ് ഡേ ലൈറ്റ് വാസ് അറ്റ് 6 o'clock. പാകിസ്ഥാനികൾ ആക്രമണം തുടങ്ങി. ഇവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് വരുന്നത്. റെക്യൊന്നും ചെയ്തില്ല. ഇവിടെയുള്ള ഈ ഡിഫൻസീവ് പൊസിഷനിൽ ആരാണ് എന്താണ് സ്ട്രെങ്ത് അപ്പോൾ അവരും പ്രതീക്ഷിക്കുന്നില്ല. അവർ വിചാരിച്ച അവിടെ ഒരു പ്ലട്ടൂൺ ഉണ്ടാവും, ഒരു കമ്പനി ഉണ്ടാവും, അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവില്ല. സോ ഒരു കമ്പനിയെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് മാക്സിമം 15 മിനിറ്റ് വരെ അസംഷനാണിത് പാകിസ്ഥാനികളുടെ. അരമണിക്കൂർ 1 മണിക്കൂർ. അങ്ങനെ ഇവർ തീരുമാനിച്ചത് എന്താ, ജയ്സൽമീറിന് കഴിഞ്ഞിട്ട് രാംഗഡിലേക്ക്, രാംഗഡ് ഒരു അടുത്ത പൊസിഷനാണല്ലോ, രാംഗഡിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ജയ്സൽമീറിൽ, ഡിന്നർ ഡൽഹിയിൽ, അങ്ങനത്തെ ഒക്കെ പ്ലാനായിട്ടാണ് ഇവർ വരുന്നത്. ഒരു ശരിക്കും ഉത്സവത്തിനൊക്കെ പോകുന്ന മാതിരി ടാങ്കിൻ്റെ മീതെ ഒരു പെട്രോളിൻ്റെയും ഡീസലിൻ്റെ ഒക്കെ ബാരലൊക്കെ കെട്ടി വെച്ച് നല്ല സുന്ദരമായിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരാണ് ഇരിക്കുന്നത്, എന്താണ് ഇരിക്കുന്നത് എന്നുള്ളത് ഇവർക്കറിയില്ല. മാത്രമല്ല ഇവർ ഈ ഏരിയനെ ഇവർ റെക്ക് ചെയ്തിട്ടില്ല. വിർജിൻ സോയിലാണ്. അതിൽ കൂടെ അതിന് മുമ്പ് ടാങ്കുകൾ ഒന്നും പോയിട്ടില്ല. വളരെ വളരെ ലൂസായിട്ടുള്ള സാൻഡാണ് അവിടെ. ഈ ആൽഫ കമ്പനിയുടെ ഡിഫൻസ് ഹില്ലിൻ്റെ മീതെ. ഇവരവിടെ നിന്ന് ആദ്യം അപ്പോൾ ടാങ്കാണ് ലീഡ് ചെയ്യുക. എപ്പോഴും ടാങ്കുകൾ മുന്നോട്ട് വന്ന് ഈ ലോങ്കേവാലിലത്തെ ആ ഡിഫൻസസിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ ഗ്രാൻഡിയറിലേക്ക് പോകണം. ഇവരാദ്യം കാണുന്നത് വയറാണ്. എപ്പോഴും ആക്രമിക്കുന്നതിന് മുമ്പ് ആർട്ടിലറിക്കാർ ആ ടാർഗറ്റിനെ സോഫനപ്പ് ചെയ്യാന്ന് പറയും. ആ ടാർഗറ്റിനെ എൻഗേജ് ചെയ്യും. അങ്ങനെ അവർ ആർട്ടിലറി ഫയറിങ് തുടങ്ങി. ആർട്ടിലറിക്കാർ ഫയറിങ് തുടങ്ങിയപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ 10 ഒട്ടകങ്ങളുണ്ടായിരുന്നു. ഇതിൽ നിന്ന് 5 ഒട്ടകങ്ങൾ ഈ ഷെല്ലിങ് കാരണത്താൽ അവറ്റ ന്യൂട്രലൈസായി പോയി. പട്ടാളക്കാർക്ക് യാതൊന്നും സംഭവിച്ചില്ല. അവിടെയുള്ള സോൾജേഴ്സിന് യാതൊന്നും, കാരണം അവർ പ്രോപ്പർ ട്രെഞ്ചസ് ഡിഗ് ചെയ്തിട്ട് അതിനകത്താണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള ഈ 5 ഒട്ടകങ്ങളുണ്ടല്ലോ, ഈ ഒട്ടകങ്ങൾ വയറിൻ്റെ മീതെ കൂടെ ചാടി രക്ഷപ്പെടാനായിട്ട്. ഇവർ ചാടുന്നത് കണ്ടപ്പോൾ പാകിസ്ഥാൻ ടാങ്ക് ഗണ്ണേഴ്സ് വിചാരിച്ചു അവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഫൻട്രി പട്ടാളക്കാർ ചെല്ലുകയാണെന്നാണ് അവർ വിചാരിച്ചത്. സോ അവരൊന്നും ഞെട്ടി. ടാങ്കിന് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ടാങ്കുകൾ മെല്ലെ മെല്ലെ മുന്നോട്ട് വരുമ്പോഴത്തേന് നമ്മുടെ 2 RCL ഗണ്ണേഴ്സ് അവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ RCL ഗണ്ണുകൾ ഇവരെ എൻഗേജ് ചെയ്തു. ടാങ്കുകൾ അതിൽ ഒരു ടാങ്കിൻ്റെ മീതെ ഹിറ്റായി. ആ ടാങ്കിൻ്റെ മീതെ പെട്രോളിൻ്റെ ബാരലുണ്ടായിരുന്നു, പെട്രോൾ സ്ട്രോക്ക് ഡീസൽ, അതിൻ്റെ ബാരലുണ്ടെന്ന്. ആ ബാരലിന് തീ പിടിച്ചു. ഈ ബാരലിന് തീ പിടിച്ചപ്പോൾ എല്ലാ ടാങ്കുകളും കൂടെ ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ടാണ്. മറ്റേ ടാങ്കിന് തീ പിടിച്ചു. അവിടെ അങ്ങനത്തെ ഒരു ദീപാവലി. ഈ ദീപാവലി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ 120 ജവാൻസ് അവർ ഫയറിങ് തുടങ്ങി. ഫയറിങ് തുടങ്ങിയോടുകൂടി ഇവരുടെ കൂടെ വന്ന ഈ 2 ബ്രിഗേഡ് ഉണ്ടല്ലോ, അതിൽ 2 ബ്രിഗേഡിൽ ഒരു ബ്രിഗേഡാണ് ആദ്യം അവർ ആക്രമിച്ചത്. മറ്റേ ബ്രിഗേഡ് ഈ ലൊക്കേഷനെ ബൈപ്പാസ് ചെയ്തിട്ട് നേരിട്ടിട്ട് രാംഗഡിലേക്ക് ഹെഡ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രിപ്പറേഷനിലായിരുന്നു അവർ. പക്ഷെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതോടുകൂടി മറ്റേ ബ്രിഗേഡിനോട് പാകിസ്ഥാനിലെ കമാൻഡർ പറഞ്ഞു ഹോൾഡ് ഓൺ.
പക്ഷെ നേരം പുലരാനായിട്ട് വൈകുന്നേരം ഒരു 10 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം. നേരം പുലരാനായിട്ട് പിന്നെ 8 മണിക്കൂറുണ്ട് വായിച്ചു. 8 മണിക്കൂർ യാതൊരു വിധത്തിലുള്ള എയർ സപ്പോർട്ടും ഇല്ല, ടാങ്കിൻ്റെ പേരുമില്ല, കേൾവിയില്ല, ഒന്നുമില്ല. 8 മണിക്കൂർ പിടിച്ചു നിൽക്കണം. അവർ പിടിച്ചു നിന്നു. ഈ ആൻറ്റി ടാങ്ക് മൈനിലെ ഒരു മൈനിൻ്റെ മീതെ അവരുടെ ഒരു ടാങ്ക് കയറിയപ്പോൾ ആ ടാങ്ക് ന്യൂട്രലൈസായി. അതോടുകൂടി അവർക്ക് പേടിയായി. അങ്ങനെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന എഞ്ചിനീയർ കമ്പനിയോട് പറഞ്ഞു, നിങ്ങൾ ഈ മൈൻ ഫീൽഡിനെ ബ്രീച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ഇവർ മൈൻ ഫീൽഡ് ബ്രീച്ച് ചെയ്യാൻ തുടങ്ങി. എനിമി മൈൻ ഫീൽഡ് ബ്രീച്ച് ചെയ്യുന്ന അത് ഏകദേശം 3 മണിക്കൂർ എടുത്തു. അപ്പോഴത്തേന് സമയം 1-1:30 മണിയായി. ഇവരുടെ പല ടാങ്കുകളും ഈ സോഫ്റ്റ് സോയിലിൽ പെട്ടുപോയി. അവർ പലതവണ ആക്രമിച്ചു. ആൽഫ കമ്പനി 23 പഞ്ചാബ് ഗേവ് ദം എ ബെഫിറ്റിംഗ് റിപ്ലൈ. ചുരുക്കി പറഞ്ഞാൽ പൊസിഷൻ അവർക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. 6 മണിക്കാണ് ഡേ ലൈറ്റ്. 5 മണിയായപ്പോൾ നമ്മുടെ എയർഫോഴ്സുകാർ അവിടെ ഉണ്ടല്ലോ. ഈ എയർഫോഴ്സുകാർക്ക് ഓൾറെഡി വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ലോങ്കവാല പോസ്റ്റിൻ്റെ മീതെ പാകിസ്ഥാനികൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ സാദേവാലയിലുണ്ടായിരുന്ന ബറ്റാലിയൻ, അവരുടെ അടുത്ത് ട്രാൻസ്പോർട്ടൊന്നുമില്ല മൂവ് ചെയ്യാനായിട്ട്. അവർ അവിടെ നിന്ന് മെല്ലെ മെല്ലെ ഈ ലോങ്കവാല പൊസിഷനെ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് മൂവ്മെൻറ്റ് തുടങ്ങി. ഒരു ആർട്ടിലറി ബാറ്ററിയെ, ഇവർക്ക് ആർട്ടിലറി സപ്പോർട്ട് ഇല്ല കാര്യമായിട്ട്. ഒരു ആർട്ടിലറി ബാറ്ററി ഉണ്ടായിരുന്നത് ജസ്റ്റ് അബൌട്ട് ലോങ്കവാലയെ കവർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ 2000 പട്ടാളക്കാരും 58 ടാങ്കും വന്നാൽ ഒരു ആർട്ടിലറി ബാറ്ററിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇവർ ഈ ആർട്ടിലറി ബാറ്ററിയെ അവിടെ നിന്ന് സ്റ്റേജ് ഫോർവേഡ് ചെയ്തു. ബറ്റാലിയൻ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. ബറ്റാലിയൻ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് ഡിവൈഡ് ക്വാർട്ടറിൽ ഇവരെത്തി. ഡിവൈഡ് ക്വാർട്ടർ അവിടെ നിന്ന് ബ്രിഗേഡിനെ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അപ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലാവുന്നത്, ബൈ ചാൻസ് ലോങ്കവാല പോയോ പിന്നെ നമുക്ക് എന്തായാലും ജയ്സൽമീറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അവിടുത്തെ സ്ക്വാഡൻ കമാൻഡർ, അതായത് എയർഫോഴ്സിൻ്റെ സ്ക്വാഡൻ കമാൻഡർ ഉണ്ടല്ലോ, അദ്ദേഹം 6 മണി വരെ കാത്തു നിന്നില്ല. 5 മണിയായപ്പോൾ ഏകദേശം ജസ്റ്റ് അബൌട്ട് സൂര്യപ്രകാശം കണ്ടു തുടങ്ങി. ദേ ടുക്ക് ഓഫ്. പിന്നീട് അടുത്ത ഒരു 3-4 മണിക്കൂർ നേരം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 4 ഹണ്ടർ വിമാനങ്ങൾ അവിടെ ഒരു പരേഡ് നടത്തുമായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇവർ ഈ ടാങ്കുകൾ സിറ്റിംഗ് ഡെക്കുകളായിരുന്നു. ദേ കുഡ് ഡു നത്തിങ്, ദേ കുഡിൻ മൂവ്. ഈ ടാങ്കുകൾ നിസ്സാരമായിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുക. എയർഫോഴ്സ് വന്നിട്ട് ഇവരെ ആക്രമിച്ചിട്ട് തിരിച്ചു പോവുക, വീണ്ടും തിരിച്ചു വരിക, ആക്രമിക്കുക. ചുരുക്കി പറയട്ടെ, എക്സാക്റ്റ് നമ്പർ എത്ര ടാങ്കുകളാണ് ന്യൂട്രലൈസ് ചെയ്തതെന്ന് നമുക്ക് അറിയില്ല. പലയിടത്തും പല ഫിഗറാണ് പറയുന്നത്. ഏതായാലും ഒരു 28 മുതൽ 35 ടാങ്കുകൾ ഇന്ത്യൻ എയർഫോഴ്സ് ന്യൂട്രലൈസ് ചെയ്തു. പാകിസ്ഥാന് യാതൊരു രക്ഷയില്ല. പാകിസ്ഥാൻ കോൾഡ് ഓഫ് ദ അറ്റാക്ക് ആൻഡ് ദേ വിഡ്രൂ ആക്ച്വലി. അവർ ഇൻ്റർനാഷണൽ ബോർഡറിലേക്ക് അവർ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് എയർഫോഴ്സ് വെറുതെ വിടുമോ? എയർഫോഴ്സ് ഫോളോഡ് സോളിഡ് അറ്റാക്ക് ഓൺ ദം. ഇവരെ പർസ്യൂ ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു ഹോട്ട് പർസ്യൂട്ടിൽ അവരുടെ ഈ സോഫ്റ്റ് വെഹിക്കിൾസ് ഉണ്ടല്ലോ, സോഫ്റ്റ് വെഹിക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്യുനേഷൻ കൊണ്ടുവരുന്ന ട്രക്കിൽ പരിപാടി ഒരുപാട് ന്യൂട്രലൈസ് അതും ആയി. അറ്റാക്ക് ഫെയിലായതിന് ശേഷം ഫെയിലായി. യുദ്ധം കഴിഞ്ഞപ്പോൾ അതിൻ്റെ GOC ഈ 2 ബ്രിഗേഡ് കമാൻഡേഴ്സ് ദേ വെർ ബോത്ത് കോർട്ട് മാർഷൽ. 1971 ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിക്ടറി ആയിരുന്നു നമ്മൾ ലോങ്കവാലയിൽ നേടിയത്. 120 പട്ടാളക്കാർ വേഴ്സസ് 2000 എനിമി ട്രൂപ്സ് ആൻഡ് അബൌട്ട് 58 ഓഡ് ടാങ്ക്സ്. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായി 120 നഷ്ടങ്ങൾ. ഗുഡ് ക്വസ്റ്റ്യൻ. വെറും 2 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഈ 120 വെറും 2 സൈനികരാണ് കൊല്ലപ്പെട്ടത്. 5 ഒട്ടകങ്ങൾ
ഈ 2 സൈനികർ കൊല്ലപ്പെട്ടതിൽ ഒന്ന് ഒരു ആർ സി എൽ ഗൺ മാൻ ചെയ്തിരുന്ന ആ ഒരു സൈനികനാണ്. നമുക്ക് ബോർഡർ മൂവിയിലേക്ക് തിരിച്ചു വരാം. ഈ ബോർഡർ മൂവി അതിൽ കുറച്ച് ഒരു ഹൈപ്പ് ഉണ്ടാവുമല്ലോ, ഫിക്ഷൻ കുറച്ച് കയറ്റിയിട്ടുണ്ട്. അതിൽ ഈ ധരംവീറിൻ്റെ റോൾ ചെയ്തിരുന്നത് സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് അക്ഷയ് ഖന്നയാണെന്ന് തോന്നുന്നു. സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ആയിട്ടായിരുന്നത് അക്ഷയ് ഖന്നയായിരുന്നു. അപ്പോൾ അക്ഷയ് ഖന്ന കൊല്ലപ്പെട്ടു. അതിൽ ഒരു BSF ഓഫീസർ ഉണ്ടായിരുന്നു, സുനിൽ ഷെട്ടി. ആക്ച്വലി അവിടെ BSF ഓഫീസേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ബോർഡർ മൂവിയിൽ ആകെ കൂടെ കമ്പനി കമാൻഡർ മാത്രമേ ജീവനോടെ രക്ഷപ്പെട്ടുള്ളൂ, സണ്ണി ദേവൽ. ബാക്കിയുള്ളവരെല്ലാവരും കൊല്ലപ്പെട്ടു, JCOs കൊല്ലപ്പെട്ടു, എല്ലാവരും കൊല്ലപ്പെട്ടു. ആൻഡ് ദാറ്റ് വാസ് ഒരു കൈൻഡ് ഓഫ് എ സിനിമാറ്റിക് എഫേർട്ട്. പക്ഷേ ആക്ച്വലി 2 സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടത്. ഈ യുദ്ധത്തിലെ ഒരു ഡിസൈസീവ് റോൾ പെർഫോം ചെയ്തത് ഒരു AROP, അതായത് ആർട്ടിലറിയിലത്തെ ഒരു AROP ഓഫീസറായിരുന്നു, ഫോർവേഡ് എയർ കൺട്രോളർ FAC എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ ഹണ്ടർ വിമാനങ്ങളെ ടാർഗറ്റിലേക്ക് ഗൈഡ് ചെയ്തത്. കാരണം വിമാനങ്ങൾ വളരെ വലിയ സ്പീഡിലാണല്ലോ വരിക. ഈ FAC ആണ് ഇവരെ ഡയറക്റ്റ് ചെയ്യുക. അന്ന് മേജറായിരുന്ന മേജർ ആത്മാ സിംഗ്, പിന്നീട് അദ്ദേഹം മേജർ ജനറലായിട്ടാണ് റിട്ടയർ ആയത്. ആത്മാ സിംഗ് ആയിരുന്നു ഇവരെ ഡയറക്റ്റ് ചെയ്തത്. കേണൽ ചാന്ദ്പുരി, ലേറ്റർ ഓൺ ബ്രിഗേഡിയർ ചാന്ദ്പുരി വാസ് അവാർഡഡ് മഹാവീർ ചക്ര ഫോർ ദാറ്റ് ഗാലന്റ് ഓപ്പറേഷൻ. ഇതാണ് നമ്മുടെ ബാറ്റിൽ ഓഫ് ലോങ്കേവാല. ലോങ്കേവാല ബാറ്റിലിനെ പറ്റി ഇനി എന്തെങ്കിലും ചോദിക്കാൻ? ലോങ്കേവാലയിൽ സിനിമ കണ്ട അനുഭവമേ നമുക്കുള്ളൂ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഈ ഒരു വീരമൃത്യുവിനെ പറ്റിയൊക്കെ, മറ്റേത് നമ്മൾ ഇതൊക്കെ കണ്ട് സങ്കടപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്, ഇത് ഇത്രയും പേര് കൊല്ലപ്പെടുക എന്നുള്ളത്. പക്ഷേ 120-ൽ 2 പട്ടാളക്കാർ മാത്രമാണ് നമുക്ക് നഷ്ടമായത്. പിന്നെ വായിച്ചപ്പോൾ മനസ്സിലാവുകയും ചെയ്തിരുന്നു അത്രയും പേരെ നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തോൽവിയായിപ്പോയി. വളരെ വലിയ തോൽവിയായിരുന്നു, വളരെ വലിയ തോൽവി. ആക്ച്വലി ഈ ബോർഡർ മൂവിയെ ഇന്ത്യൻ ആം ഫോഴ്സസ് ഗംഭീരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാസ്തവമായിരുന്നില്ല. അവിടെ BSF ഓഫീസർ, അവിടെ BSF ഓഫീസർ ഉണ്ടായിരുന്നില്ല. ഒരു BSF പട്ടാളക്കാരൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. BSF ഓഫീസർ കൊല്ലപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന കമ്പനിയുടെ 2IC കൊല്ലപ്പെട്ടു, സീനിയർ JCO കൊല്ലപ്പെട്ടു, എല്ലാവരും കൊല്ലപ്പെട്ടു. സോ അതൊരു നെഗറ്റീവ് ഇംപ്രഷനാണ് ഇന്ത്യൻ ആർമിയുടെ ഫൈറ്റിംഗ് കേപ്പബിലിറ്റിയെ പറ്റി ജനങ്ങൾക്ക് ഈ മൂവി കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്രിട്ടിസൈസ് ഉണ്ടായിരുന്നു.